കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ പറയുന്നു കൊടുക്കാൻ മനസ്സില്ല, കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് കേരളത്തിലെ ചാനലുകൾ, പൊതുമാധ്യമങ്ങൾ, വലിയ മാധ്യമങ്ങളെല്ലാം സംസാരിച്ചു തുടങ്ങി. പിണറായി വിജയൻ എന്ന കാരണഭൂതനെ ഭയന്നിട്ടും സ്നേഹിച്ചിട്ടും എതിർപ്പ് കൊണ്ടും നന്മ കൊണ്ടും എല്ലാം കൊണ്ടും ചാനലുകളുടെ പ്രിയപ്പെട്ട ആളായിരുന്നു. എല്ലാ ചാനലുകൾക്കും ആവശ്യമായ തുക കൃത്യമായി നഷ്ടമില്ലാതെ കൊടുക്കുന്ന ഒരു സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവർക്കും കണക്ക് വെച്ചിട്ട് പൈസ കൊടുക്കുമായിരുന്നു. അങ്ങനെ പൈസ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വാർത്തകളൊക്കെ അദ്ദേഹത്തെ പൊക്കിയടിക്കുന്ന വാർത്തകൾ വളരെ വലുതായിട്ട് വരുമായിരുന്നു. കോവിഡ് കാലത്തൊക്കെ സ്ഥിരം ഒരു സെലിബ്രിറ്റിയെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. എല്ലാ ദിവസവും ചാനലിൽ ബൈറ്റ് കൊടുക്കുമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ 50 മിനിറ്റുള്ള പത്രസമ്മേളനം കൊടുക്കാത്ത ഏഷ്യാനെറ്റുണ്ട്, 5 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ് മാത്രം കൊടുത്തിട്ടുള്ള ചാനലുകളുണ്ട്. കൈരളി മാത്രം, അവരുടെ സ്വന്തം ചാനൽ മാത്രം 50 മിനിറ്റും കൊടുത്തു. ബാക്കി എല്ലാവരും പിണറായിയെ അവോയ്ഡ് ചെയ്തു, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. അവസരം കിട്ടിയപ്പോൾ അവർ അടിച്ചിരിക്കുന്നു, നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നു, അവോയ്ഡ് ചെയ്തിരിക്കുന്നു. പത്രങ്ങളും ചാനലുകളുമെല്ലാം പിണറായിയുടെ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. വയനാട് കഴിഞ്ഞ ദിവസം പോയി, അവിടെയാണല്ലേ ഇടിഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനത് മൈൻഡ് ചെയ്തിട്ടില്ല. പണ്ട് ഗുരുവായൂർ ചെന്നിട്ടോ അത് അവിടെയാണ് ഗുരുവായൂരപ്പം ഇരിക്കണമെന്ന് ചോദിച്ചത്, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും പത്രക്കാരെടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയേണ്ട വാർത്തകൾക്ക് പ്രാധാന്യം വരേണ്ടതാണ്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും വന്നില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വി.ഡി. സതീശന് കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് അറിയാമായിരുന്നെന്നും ഇടതുപക്ഷം ഇതിനൊരു ഗ്രീൻ സിഗ്നൽ കൊടുത്തതാണെന്നുള്ള വാർത്തകൾ ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളിൽ വന്നു. LDF-ഉമായിട്ട് ഒരു നെഗോഷിയേഷൻ നടത്തിയിട്ടുണ്ട്. ഈ ഓഹരികൾ പുറത്ത് വിൽക്കുന്നതിൽ, MSC കമ്പനിക്ക് കൊടുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും പ്രതിപക്ഷം അസംബ്ലിയിൽ കിടന്ന് ബഹളം കാണിച്ചു എന്നുള്ള വാർത്ത വന്നതോടുകൂടി അതും ചാനലുകൾ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ പിണറായിയുടെ വാർത്തകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷിൻ്റെ കൊടുക്കാതായിട്ട് എത്രയോ കാലമായി, ബൈറ്റുകൾ മാത്രമാണ് കൊടുക്കുന്നത്, അല്ല വിശദമായ വാർത്ത കൊടുക്കുന്നില്ല. ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് പത്രങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സെൻസർഷിപ്പ് ഉണ്ട്. പിണറായി വിജയൻ്റെയോ ഗോവിന്ദൻ മാഷിൻ്റെയോ CPM-ൻ്റെ വാർത്തകൾ അങ്ങനെ കൊടുക്കുന്നില്ല. അത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടും വി.ഡി. സതീശനോടുള്ള മതിപ്പ് കൊണ്ടും വി.ഡി. സതീശൻ ഇപ്പം എല്ലാം റെഡിയാക്കി കൊടുക്കും എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല, മുഖ്യമന്ത്രി എല്ലാം ശരിയാക്കുന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത പിണറായി വിജയൻ്റെ ആ സമീപനത്തിൽ കൃത്യമായി തിരിച്ചടിക്കുക എന്നുള്ള ഒരു സമീപനത്തിലാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. രസകരമാണ്, കൗതുകമുള്ളതാണ്, മനോഹരമാണ്. എന്തായാലും പിണറായി വിജയന് പത്രങ്ങളും മാധ്യമങ്ങളും പ്രിൻ്റ് മീഡിയയും സോഷ്യൽ മീഡിയയും എല്ലാം പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയ ദുരന്തമാണ്. കാരണഭൂതൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോഴും V.S. അച്യുതാനന്ദൻ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ. അത് പ്രധാനപ്പെട്ടതാണ്. നയനാരും V.S. അച്യുതാനന്ദനുമൊക്കെ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മരിച്ചുപോയ EMS-നെ പോലും ജനഹൃദയങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ പിണറായി വിജയൻ്റെ രൂപമോ ഭാവമോ സഖാക്കളുടെ മനസ്സിലില്ല എന്നുള്ളത് മാത്രമല്ല, മാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന കാഴ്ച അതിദയനീയമാണ്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ അധികാര ഭ്രാന്തിൻ്റെയും അധികാര ഡംപിൻ്റെയും ഒറ്റയാൻ പോക്കിൻ്റെയും ഒക്കെ ബാക്കി പത്രം അവസരം കിട്ടിയപ്പോൾ ചാനലുകളും പത്രങ്ങളും പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രം. അവർക്കിപ്പോൾ അദ്ദേഹത്തോട് ഒരു റെസ്പെക്റ്റുമില്ല, അദ്ദേഹത്തിൻ്റെ വാർത്തകളോടുമില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളോടുമില്ല. അതിനെ ആരും മുഖവിലക്കെടുക്കുന്നുമില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ
എയറിൽ എറിഞ്ഞ വാക്കുകളായി മാറുന്നു. ഒരു ചാനലും അത് കൊടുക്കുന്നില്ല. ആരും പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ അപ്രഖ്യാപിതമായി അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ചാനലുകൾ പിണറായിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഗോവിന്ദമാഷിനെയും ബഹിഷ്കരിച്ചു. കാരണം അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടം മുഴുവൻ 10 വർഷക്കാലം, പിന്നെ ഒരു 17 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മാധ്യമങ്ങളോടെടുത്ത സമീപനത്തിന് അവർ തിരിച്ച് പകരം വീട്ടി തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായി അവർ വാർത്തകൾ കൊടുക്കുന്നില്ല. അതൊരു എന്താ പറയുക, ഒരു പർപ്പസായ തീരുമാനത്തിൻ്റെ ഭാഗമാണോ നമുക്കറിയില്ല. എന്തായാലും പിണറായിയുടെ വാർത്തകൾ പത്രങ്ങളിലും ചാനലുകളിലും വരുന്നില്ല.